പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 സെപ്റ്റംബർ മാസം 6-ാം തീയതി ശനിയാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യാം. കരങ്ങളെ ഉയർത്തി പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചില്ലേ? കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്ന് നമ്മളെ അനുഗ്രഹിച്ചില്ലേ? അതിനായിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ രാവിലെ ഉണർത്തിയ ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം നമ്മളെ ക്രിസ്തുയേശുവിൽ ജയത്തോടെ നടത്തുന്ന ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം 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 സ്തോത്രം. യഹോവ നല്ലവനല്ലോ, കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. ഒരിക്കലൂടെ കരങ്ങൾ ഉയർത്തി പറ. യഹോവ നല്ലവനല്ലോ, കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. ഒരിക്കലൂടെ പറഞ്ഞാട്ട്. യഹോവ നല്ലവനല്ലോ, അവൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. താങ്ക് യു ജീസസ്. ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങ് ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കും, അങ്ങ് നടത്തിയ വിധങ്ങൾക്കും, അങ്ങ് പരിപാലിക്കുന്ന വിധങ്ങൾക്കും എല്ലാത്തിനും ഞങ്ങൾ കർത്താവിനെ നന്ദി പറയുന്നു. അങ്ങ് ഞങ്ങളെ നടത്തിയ വിധങ്ങൾക്ക് സ്തോത്രം. അങ്ങ് ഞങ്ങളെ പരിപാലിക്കുന്ന വിധങ്ങൾക്ക് സ്തോത്രം. അങ്ങ് ഞങ്ങളെ സൂക്ഷിക്കുന്ന വിധങ്ങൾക്ക് സ്തോത്രം. അങ്ങ് ഓരോ ദിവസവും കൈപിടിച്ച് നടത്തുന്നതിനായിട്ട് സ്തോത്രം. ഇത്രത്തോളം ഞങ്ങളെ കൊണ്ടുവന്ന ദൈവകൃപയ്ക്കായിട്ട് നന്ദി. ഇത്രത്തോളം ഞങ്ങളെ നടത്തിയ കർത്താവിൻ്റെ സ്നേഹം ഓർക്കുമ്പോൾ വീണ്ടും നന്ദി. കർത്താവേ, കഴിഞ്ഞ ഒരാഴ്ചക്കാലം ഞങ്ങളെ അത്ഭുതമായി നടത്തിയതിന് സ്തോത്രം. ഇന്നലത്തെ സഭായോഗങ്ങളെ അനുഗ്രഹമാക്കി തീർത്തതിനായിട്ട് സ്തോത്രം. കർത്താവേ, ഇന്ന് ഞങ്ങൾക്ക് ഇത്രത്തോളം സന്തോഷവും സമാധാനവും ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് തന്നിരിക്കുന്നതിനായിട്ട് സ്തോത്രം. അങ്ങ് നല്ലവനാകുന്നു, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. അങ്ങ് നല്ലവനാകുന്നു, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. അതേ കർത്താവേ, അങ്ങ് നല്ലവനാകുന്നു, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. ഈ പ്രഭാതത്തിൽ കർത്താവെ, മാന്നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ ദൈവമേ, ഞങ്ങളുടെ ആത്മാവ് അങ്ങയോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. അതെ, എൻ്റെ ആത്മാവ് ദൈവത്തിനായി, ജീവനുള്ള ദൈവത്തിനായി തന്നെ ദാഹിക്കുന്നു. ഞാൻ എപ്പോൾ ദൈവസന്നിധിയിൽ ചെല്ലുവാൻ ഇടയാകും. ആമേൻ. അതിന് 11-ാമത്തെ വാക്യം, 42-ാം സങ്കീർത്തനമാണ്. 11-ാം വാക്യം ഇങ്ങനെ പറഞ്ഞു: എൻ്റെ ആത്മാവെ, നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നത് എന്തിന്? ദൈവത്തിൽ, കർത്താവിൽ പ്രത്യാശ വയ്ക്കുക. കർത്താവ് എൻ്റെ മുഖപ്രകാശ രക്ഷയും എൻ്റെ ദൈവവുമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും കർത്താവിനെ സ്തുതിക്കും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം. ഈ പ്രഭാതത്തിൽ അപ്പാ, ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഇവർ അനുഗ്രഹിക്കപ്പെട്ടവരാകിയാൽ സ്തോത്രം. ഇവരുടെ കുടുംബജീവിതം അനുഗ്രഹം വെളിപ്പെടുത്തട്ടെ. ഇവരുടെ കുഞ്ഞുങ്ങൾ ദൈവിക അനുഗ്രഹത്തെ വെളിപ്പെടുത്തട്ടെ. ഇവരുടെ ജോലി, ഇവരുടെ ബിസിനസ് ദൈവിക അനുഗ്രഹത്തെ വെളിപ്പെടുത്തട്ടെ. ദൈവിക സമൃദ്ധിയിൽ മുന്നേറുവാൻ കർത്താവ് ഇവരെ സഹായിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ മുന്നേറുവാൻ ഇന്ന് പകൽക്കാലം സഹായിക്കണം. ഇവരെല്ലായിടത്തും ജയാളികളായി തീരട്ടെ. എവിടെ ചെന്നാലും അങ്ങയുടെ സൗരഭ്യവാസന യേശുവിൻ്റെ നാമത്തിൽ ഇവരിലൂടെ വെളിപ്പെടുത്തട്ടെ. കർത്താവെ, ഇവർ നന്മയാൽ അലങ്കരിക്കപ്പെട്ടിരിക്കാൻ സ്തോത്രം. കർത്താവെ, ഇവരുടെ സമൃദ്ധി പ്രസിദ്ധമായി തീരുന്നതിനായിട്ട് സ്തോത്രം. യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവർ എന്ന പേര് ഇവർക്കുണ്ടായിരിക്കുന്നതിനായിട്ട് സ്തോത്രം. അങ്ങനെ ദാസൻ എന്ന നിലയിൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്ന് ഈ ശബ്ദം കേൾക്കുന്നവരെ അനുഗ്രഹിക്കുന്നു. നല്ല ആരോഗ്യമുണ്ടാകട്ടെ, നല്ല സമാധാനമുണ്ടാകട്ടെ, സന്തോഷമുണ്ടാകട്ടെ, സ്വസ്ഥതയുണ്ടാകട്ടെ, ദൈവിക സമൃദ്ധി ഉണ്ടാകട്ടെ. ആത്മാവിൻ്റെ നിറവിൽ മുന്നേറുവാൻ കർത്താവ് സഹായിക്കണം. അപ്പോൾ ലോകത്തെമ്പാടും കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നവരെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ മേലും കർത്താവിൻ്റെ പ്രത്യേക പ്രൊട്ടക്ഷൻ ഉണ്ടാകണമേ. പരിശുദ്ധാത്മാവരെ സഹായിക്കുന്നതിന് സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി. സകല മഹത്വവും പുകഴ്ചയ്ക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വലിയ ദൈവകൃപ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് പ്രത്യേകമായി ചൊരിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ഈ വചന കേൾവി മുഖാന്തരം പ്രത്യേക കൃപകൾ നിങ്ങളുടെ ലൈഫിലേക്ക് പരിശുദ്ധാത്മാവ് പകരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 1 തീമോഥെയോസിൻ്റെ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യമാണ് പരിശുദ്ധാത്മാവ് ഇന്ന് ധ്യാനത്തിനായിട്ട് തന്നിരിക്കുന്നത്. അവിടെ എഴുതിയിരിക്കുന്നു: ഈ കാര്യങ്ങളിൽ ധ്യാനിച്ചു കൊള്ളുക. ഈ കാര്യങ്ങൾ ധ്യാനിച്ചു കൊള്ളുക. നീ ഇവയെ, അല്ലെങ്കിൽ നമ്മൾ മലയാളത്തിൽ വായിക്കുമ്പോൾ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: നിൻ്റെ അഭിവൃദ്ധി എല്ലാവർക്കും പ്രസിദ്ധമായി തീരേണ്ടതിന് ഇത് കരുതുക, ഇതിൽ തന്നെ ഇരുന്നു കൊള്ളുക. 1 തീമോഥെയോസ് 4-ാം അധ്യായം 15-ാമത്തെ വാക്യം. നിൻ്റെ അഭിവൃദ്ധി എല്ലാവർക്കും പ്രസിദ്ധമായി തീരേണ്ടതിന് ഇത് കരുതുക, ഇതിൽ തന്നെ ഇരുന്നു കൊള്ളുക. എന്നാൽ ഇംഗ്ലീഷിൽ പറയുമ്പോൾ മെഡിറ്റേറ്റ് അപ്പോൺ ദിസ് തിങ്സ്. ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ നീ ധ്യാനിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ എന്ത് പറ്റും? നീ
അതിനകത്ത് നീ നിലനിൽക്കുമ്പോൾ, അല്ലെങ്കിൽ ധ്യാനിക്കുകയും അതിനകത്ത് നിൽക്കുകയും ചെയ്യുമ്പോൾ നിൻ്റെ പുരോഗതി, നിൻ്റെ അഭിവൃദ്ധി എല്ലാവരുടെയും മുമ്പിൽ പ്രകടമാകാൻ ഇടവരും. അല്ലെങ്കിൽ നിൻ്റെ നന്മ സകലരും അറിയുവാൻ ഇടവരും. നിൻ്റെ നന്മ പ്രസിദ്ധമാകാൻ ഇടവരും. നമ്മൾ ഈ പ്രാർത്ഥനയുടെ മാസം, നമ്മൾ ഈ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ നമ്മൾ ദൈവവചന ധ്യാനമൂടെ പ്രാർത്ഥനയുടെ ഭാഗമാക്കി മാറ്റും. ധ്യാനിക്കുക എന്ന് പറഞ്ഞാൽ, സിമ്പിളി പറഞ്ഞാൽ, വെറും ഈസി വേഗം നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ചിന്തിക്കുക എന്നുള്ളതാണ്. ധ്യാനിക്കുക എന്ന് പറഞ്ഞാൽ ചിന്തിക്കുക. നമുക്ക് പല കാര്യങ്ങളും ചിന്തിക്കാം. നമുക്ക് രോഗത്തെക്കുറിച്ച് ചിന്തിക്കാം, അങ്ങനെ രോഗിയായി മാറാം. ബലഹീനതയെക്കുറിച്ച് ചിന്തിച്ച് നമുക്ക് ബലഹീനരായി മാറാം. നമുക്ക് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമുക്കിങ്ങനെ അയ്യോ അത് സംഭവിക്കുമോ ഇത് സംഭവിക്കുമോ എന്ന് ചിന്തിച്ച് പാനിക്കായി രോഗികളായി മാറാൻ പറ്റും. ടെൻഷൻ ഉണ്ടാകാൻ പറ്റും. അത് തന്നെ നമ്മുടെ ജീവിതത്തിൽ വരുവാനും സാധ്യതയുണ്ട്. എന്നാൽ ഇവിടെ പരിശുദ്ധാത്മാവ് പറയുന്നത്, പൗലോസ് തൻ്റെ ആത്മീക പുത്രനോട് പറയുക, മോനെ നിൻ്റെ അഭിവൃദ്ധി പ്രകടമാകണമെങ്കിൽ ഞാൻ നിനക്ക് ഉപദേശിച്ച് തന്നിരിക്കുന്നതായ, ഞാൻ നിനക്ക് എഴുതി തന്നിരിക്കുന്നതായ വചനങ്ങളെ നീ എന്ത് ചെയ്യണം? ധ്യാനിക്കണം. തിരുവെഴുത്തുകളെ ആഴത്തിൽ ധ്യാനിക്കുന്നത് നമ്മുടെ മനസ്സിനെ തിരുവചനം കൊണ്ട് നിറയ്ക്കും. അത് നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹമായി തീരും. അത് ആ തിരുവചനം നമ്മുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങി വരുവാനും ദിവ്യമായ ഉൾക്കാഴ്ചകളെ തരുവാനും പ്രാവചനികമായ ശബ്ദങ്ങളെ നമ്മളിൽ നിന്ന് മുഴക്കുവാനും ധ്യാനം ഇടയാകും, മെഡിറ്റേഷൻ ഇടയാകും. അതുകൊണ്ടാണ് കർത്താവ് അതിന് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ശാന്തമായിട്ടിരുന്ന് ദൈവത്തിൻ്റെ വചനത്തെ ധ്യാനിക്കണം. എന്തോ ധ്യാനിക്കുക എന്ന് പറഞ്ഞാൽ, ഒന്ന്, നമ്മൾ ദൈവവചനം വായിക്കണം. 2, അതിനെക്കുറിച്ച് ചിന്തിക്കണം. 3, അത് നമ്മുടെ അധരത്തിൽ നിന്ന് നമ്മൾ പെതുക്കെ പറയണം. 4, അത് നമ്മൾ ശബ്ദത്തോടെ പറയണം. ഹല്ലേലൂയ. അല്ലെങ്കിൽ നമ്മൾ ദൈവവചനം ധ്യാനിക്കാതെ, നമ്മൾ വായിക്കാതെ അത് നമ്മുടെ അകത്തേക്ക് കയറത്തില്ല. അപ്പോൾ വായിച്ചത് കൊണ്ട് മാത്രം കാര്യമാകില്ല. വായിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് തുല്യം. ഭക്ഷണം കഴിച്ചിട്ട് മാത്രം കാര്യമല്ല, അത് നമ്മുടെ വയറ്റിൽ ചെല്ലണം. അത് നമ്മുടെ ദഹന പ്രക്രിയയിലൂടെ കടന്നുപോയി അത് ദഹിച്ചെങ്കിൽ മാത്രമേ അത് ശരീരത്തിൽ പിടിക്കത്തുള്ളൂ. ഇതുപോലാണ്. അല്ല, നമ്മൾ കഴിച്ച ഭക്ഷണം അന്നേരം തന്നെ അത് നമ്മുടെ ഛർദ്ദിൽ വഴിയോ അല്ലെങ്കിൽ മറ്റു രൂപത്തിൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്തു പോയാൽ നമുക്ക് പ്രയോജനം ഉണ്ടാകും? ഇല്ല, അത് ശരീരത്തിൽ പിടിക്കത്തില്ല. ഇതുപോലെ നമ്മൾ വചനം കേൾക്കും, അത് അന്നേരമേ മറന്നുപോകും. ഇപ്പോൾ ഇന്നലെ രാവിലെ സഭായോഗത്തിന് പ്രസംഗം കേട്ടു, മറന്നുപോയി. അത് നമ്മുടെ ഉള്ളിലുണ്ടോ? അത് നമ്മൾ ധ്യാനിക്കണം. ധ്യാനിച്ചിട്ട് നമ്മളോട് തന്നെ അത് സംസാരിക്കണം. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ശബ്ദത്തിൽ അത് പറയണം. അപ്പോഴാണ് ഇത് നമ്മുടേതായി മാറുന്നത്. അപ്പം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അത് നമ്മുടേതായി. ജോഷുവയുടെ പുസ്തകം 1-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിലും കർത്താവ് പറഞ്ഞത്, രാപകൽ ഞാൻ നിന്നോട് പറഞ്ഞു തന്നിരിക്കുന്നത് ധ്യാനിക്കണം, എന്നാൽ നീ അഭിവൃദ്ധി പ്രാപിക്കും. യു വിൽ ഹാവ് ഗുഡ് സക്സസ്. നീ എല്ലായിടത്തും ജയാളിയാകും, നീ അഭിവൃദ്ധി പ്രാപിക്കും. സങ്കീർത്തനം 1:2 പറഞ്ഞു, അവൻ്റെ ന്യായപ്രമാണത്തെ രാപകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ എന്ത് ചെയ്യും? അവൻ അനുഗ്രഹിക്കപ്പെടും, അവൻ നന്മ കൊണ്ട് നിറയും, അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. അപ്പോൾ ദൈവവചനം ധ്യാനിക്കുന്നത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നു. ഈ ദൈവവചനം ധ്യാനിക്കുക എന്ന് പറയുമ്പോൾ അതിന് വലിയ കാര്യങ്ങളൊന്നുമല്ല. എന്താ ചെയ്യുക? രാവിലെ ദൈവവചനം ധ്യാനിക്കാൻ ദൈവസന്നിധി സമയം ചെലവഴിക്കണം, വചനം വായിക്കണം. അതിനകത്തൂടെ പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന ചില ആലോചനകളുണ്ട്. ചിലപ്പോൾ ഒരു വാക്യമായിരിക്കും തരുന്നത്. ഈ വാക്യത്തെ അന്നത്തെ ദിവസത്തെ ധ്യാനത്തിനാക്കി നമ്മൾ എടുക്കണം. അത് നമ്മൾ ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും മെട്രോയിൽ പോകുമ്പോഴും ബസ്സിൽ പോകുമ്പോഴും ടാക്സിയിൽ പോകുമ്പോഴും നമ്മുടെ വണ്ടി ഓടിച്ചു പോകുമ്പോഴും ഓഫീസിലിരിക്കുമ്പോഴൊക്കെ ഈ വചനം നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഇട്ട് പശു അയവിറക്കുന്നത് പോലെ നമ്മൾ അയവിറക്കിക്കൊണ്ടിരിക്കണം. നമ്മളിങ്ങനെ അത് തന്നെ ചിന്തിക്കണം. അപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ വചന ഇങ്ങനെ ആയിരിക്കും എഴുതിയിരിക്കുന്നത്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവൻ. അതായിരിക്കാം നമ്മുടെ ഇന്ന് രാവിലെ നമുക്ക് കിട്ടിയ വചനം. അപ്പോൾ നമ്മൾ ഇങ്ങനെ പോകുമ്പോൾ പറയും, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവൻ. അത് തന്നെ ചിന്തിക്കുന്നു. പിന്നെ അപ്പോൾ അതിനെ നമ്മൾ പിന്നെ ചിന്തിക്കും, എന്നെ ശക്തനാക്കുന്നവൻ. ആരാ എന്നെ ശക്തനാക്കുന്നത്? ക്രിസ്തു എന്നെ ശക്തനാക്കുന്നത്. ആ ക്രിസ്തു മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവൻ. ഒന്നും എൻ്റെ മുമ്പിൽ അസാധ്യമല്ല. പിന്നെ ഇത് തന്നെ ധ്യാനിക്കുന്നു. പിന്നെ നമ്മൾ പെതുക്കെ ഇത് പറയുന്നു, പിന്നെയും ധ്യാനിക്കുന്നു, പിന്നെയും പറയുന്നു. അവസാനം നമുക്കിത് നമ്മുടെ ഉള്ളിൽ കത്തും. ദാവീദ് പറഞ്ഞതുപോലെ, എൻ്റെ ധ്യാനത്തെങ്കിൽ എനിക്ക് തീ പിടിച്ചു. അപ്പം നമ്മൾ അറിയാതെ പറയുക, അതെ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാണ്. അങ്ങനെ വരുമ്പോഴായിരിക്കും ഒരു ഇമ്പോസിബിളായ ഒരു സാഹചര്യം നമ്മുടെ മുമ്പിൽ വരുന്നത്. അപ്പോൾ നമ്മൾ പറയും, നോ, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം എനിക്ക് സകലതും സാധ്യമാണ്. കാരണം നമുക്കത് ബോധ്യമായി. പ്രിയപ്പെട്ടവരെ, ഇപ്പം നിങ്ങളുടെ കയ്യിലൊരു സാധനം ഉണ്ടെന്ന് വെച്ചു, ഒരു ഫോണ്. ആ ഫോണ് നിങ്ങളുടേതാണെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ വേറൊരാളുടെ കയ്യിലിരിക്കുന്ന കണ്ടാൽ നിങ്ങൾ പറയും, നോ, അത് എൻ്റേതാണ്. നിങ്ങളുടേതെന്ന് ഉറപ്പില്ലെങ്കിലോ നിങ്ങൾ പറയും,
അറിയത്തില്ല നമ്മുടെ ആണോ അല്ലയോ എന്നൊരു സംശയം വരും. പക്ഷെ ധ്യാനിക്കുമ്പോൾ ദൈവം ഇതുപോലെ നമുക്ക് പലപ്പോഴും വചനം അറിയാം, പക്ഷെ നമ്മുടെ പേരിൽ കിട്ടിയോ എന്നുള്ളത് നമുക്ക് ഉറപ്പില്ല. ധ്യാനിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ വചനം നമ്മുടേതായി മാറും. അപ്പം നമ്മൾ ശത്രുവിനോട് പറയും, നോ ചാൻസ്, ഇത് എൻ്റേതാണ്, ഇത് ദൈവവചനം ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, എൻ്റെ അവകാശമാണ് എന്ന് പറഞ്ഞ് നമുക്കതിനെ ജയിക്കാൻ കഴിയും. അതുകൊണ്ട് ദൈവവചനം ധ്യാനിക്കുന്നവരായി തീരുക. വേറൊരു ദിവസം വീണ്ടും വിശാലമായിട്ട് ഇതിനെക്കുറിച്ച് പറയാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു വരികയും വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു.